വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം മാറി അവൻ ശുദ്ധമായി. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്, അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു. അവൻ കഫർന്നൂമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്നപേക്ഷിച്ചു പറഞ്ഞു. അവൻ അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിൻ്റെ പുത്രന്മാരെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. യേശു പത്രോസിൻ്റെ വീട്ടിൽ വന്നാറെ അവൻ്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈ തൊട്ടു. പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തന്മാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നുവെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. I'm very aware that I am in India, the land of Tendulkar and Kohli. ഞാനിപ്പോൾ ആയിരിക്കുന്ന ഇന്ത്യ സച്ചിൻ തെണ്ടുൽക്കറുടെയും വിരാട് കോഹ്ലിയുടെയും നാടാണല്ലോ. You are the cricketing champions of the world and you deserve to be the champions. ക്രിക്കറ്റിൽ ലോക ചാമ്പ്യന്മാരാണ് നിങ്ങൾ. യഥാർത്ഥമായി നിങ്ങൾ അത് അർഹിക്കുന്നതാണ്. From my young days, from my early days, I thought I was destined to be a professional cricketer myself. എൻ്റെ യൗവനകാലം മുതൽ എനിക്കുണ്ടായിരുന്ന ഒരു ബോധ്യം ഞാൻ ഭാവിയിൽ ഒരു രാജ്യാന്തര ക്രിക്കറ്റ് കളിക്കാരനാകും എന്നുള്ളതായിരുന്നു. I still meet young batsmen wanting to play cricket for England. ഇംഗ്ലണ്ടിനു വേണ്ടി ക്രിക്കറ്റ് കളിക്കുവാൻ താല്പര്യപ്പെടുന്ന യുവ ബാറ്റ്സ്മാൻമാരെ പലപ്പോഴും ഞാൻ കണ്ടുമുട്ടാറുണ്ട്. I give them the same advice each time. ഓരോ സമയത്തും ഞാൻ അവർക്ക് ഇതേ ഉപദേശമാണ് നൽകാറുള്ളത്. Try to be a good front foot player. എല്ലായ്പ്പോഴും നിങ്ങൾ മുൻകാൽ മുന്നോട്ട് ഇറങ്ങി കളിക്കുന്ന കളിക്കാരനാകുക. Move towards the ball. മുൻപോട്ട് തന്നെ നീങ്ങി ആ പന്തിനെ നേരിടുവാൻ ശ്രദ്ധിക്കുക. Smother the spin. കുത്തിത്തിരിഞ്ഞു വരുന്ന പന്തിനെ നിങ്ങളൊന്ന് മെരുക്കിയെടുക്കുക. Deflect the fast ball to the boundary. വളരെ വേഗത്തിൽ പാഞ്ഞു വരുന്ന പന്തിനെ നിങ്ങൾ അല്പം അതിൻ്റെ ഗതി മാറ്റി ബൗണ്ടറിയിലേക്ക് പായിക്കുക. Drive through the ball. നിരന്തരമായി പന്ത് ഏറ്റവും ശക്തിയോടെ അടിച്ചകറ്റുക. I like that way of describing Jesus. യേശുക്രിസ്തുവിന്റെ പ്രവർത്തനത്തെയും ഇതേ രീതിയിൽ വിവരിക്കുവാനാണ് എനിക്ക് താല്പര്യം. Of course he didn't play cricket. കർത്താവ് ക്രിക്കറ്റ് ഒന്നും കളിച്ചിട്ടില്ല. But he is a front foot player. എന്നാൽ യേശു കർത്താവ് എല്ലായ്പ്പോഴും മുൻപോട്ട് ഇറങ്ങി കളിക്കുന്ന വ്യക്തി തന്നെയായിരുന്നു. Whenever he meets a stranger or even an opponent, he moves into the meeting. He gets to the heart of the matter. He moves instinctively forward. എപ്പോഴെങ്കിലും ഒരു അപരിചിതനെ കണ്ടുമുട്ടുകയോ ഒരുപക്ഷെ തന്നെ എതിർക്കുന്ന വ്യക്തിയെ കാണുകയോ ചെയ്യുമ്പോൾ മറ്റൊന്നും നോക്കാതെ അദ്ദേഹത്തിലേക്ക്, ആ സാഹചര്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, അവരുമായി ഇടപെടുന്ന ഒരു കർത്താവിനെയാണ് ദൈവവചനം, സുവിശേഷം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. You and I might hesitate. ഒരുപക്ഷെ നാം ഒക്കെയും ഇങ്ങനെ ഒരു ഇടപെടലിൽ നിന്ന് മാറി നിൽക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കാം. We might wait to see what the other person was like. അവരൻ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്നതിനെപ്പറ്റി ഒന്ന് കാത്തിരിക്കുവാനായിരിക്കാം നമുക്ക് താല്പര്യം.
Perhaps we'd want to do a risk assessment case first. ഒരുപക്ഷെ അപകട സാധ്യതയെ പറ്റി ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കാനായിരിക്കും നമുക്ക് താല്പര്യം. We might worry about the impact on our reputation or our prospects if we associated too closely with the person in front of us. നമ്മുടെ മുൻപിലുള്ള അപരിചിതമായ മറ്റൊരു വ്യക്തിയുമായി ഇടപെടുമ്പോൾ എൻ്റെ പേരിനും എൻ്റെ പ്രശസ്തിക്കും എൻ്റെ ഭാവിക്കും അത് കോട്ടം സംഭവിക്കുമോ, എങ്ങനെയായിരിക്കും അതിനെ ബാധിക്കുക എന്നത് പലപ്പോഴും ചിന്തിക്കുവാനാണ് നാം താല്പര്യപ്പെടാറുള്ളത്. Caution would be our word. പലപ്പോഴും വളരെ ശ്രദ്ധയും അമിത ശ്രദ്ധയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രത്യേകമായ രീതി. None of that applied to Jesus. എന്നാൽ അതൊന്നും യേശുവിനെ സംബന്ധിച്ച് ബാധകമേ അല്ലായിരുന്നു. The words you just heard show Jesus meeting 3 different people. നാം ഇപ്പോൾ വായിച്ച വേദഭാഗത്ത് യേശുക്രിസ്തു 3 തരത്തിലുള്ള വ്യത്യസ്തരായ വ്യക്തികളെ കണ്ടുമുട്ടുന്നതാണ്. And all of these people present certain difficulties, or they would for me anyway. ഒരുപക്ഷെ നമുക്ക് ഓരോരുത്തർക്കും പലതരത്തിലുള്ള ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും വഹിക്കുന്നവരാണ് ഈ 3 വ്യക്തികളും. But Jesus moves naturally, quickly, effortlessly into his meeting with each of them. എന്നാൽ ഈ ഓരോ വ്യക്തികളോടും യേശു കർത്താവ് വളരെ സ്വതസിദ്ധമായി വളരെ തന്മയത്വത്തോടെ അനായാസേന അവരുമായി ഇടപെടുന്നു എന്ന് നാം കാണുന്നു. He is a front foot player. യേശു കർത്താവ് എപ്പോഴും കളത്തിൽ ഇറങ്ങിക്കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. Let's go through them quickly. നമുക്ക് ഈ 3 വ്യക്തികളുടെ ജീവിതത്തിലേക്ക് അനുഭവങ്ങളിലേക്കും വളരെ വേഗം കണ്ണോടിക്കാം. First, the leper. ആദ്യമായി കുഷ്ഠരോഗബാധിതനായ മനുഷ്യൻ. Poor man, an outcast, feared, his disease considered contagious. വളരെയധികം ദരിദ്രനായ മനുഷ്യൻ, അവനെ മറ്റെല്ലാവരും ഭയപ്പെട്ടിരുന്നു, അവനെ എല്ലാവരും പുറന്തള്ളിയിരുന്നു. ഒരുപക്ഷെ പകരപ്പെടുന്ന ഒരു ലോകത്തിന് അടിമയായിരുന്നു ഈ വ്യക്തി. If you want to read about skin disease in all its different ways of manifesting itself, you only have to read Leviticus chapter 13. It's all laid out there. വിവിധ തരത്തിലുള്ള ത്വഗ്രോഗങ്ങളെ പറ്റിയും അതിൻ്റെ തീവ്രതകളെ പറ്റിയും ഒക്കെ വായിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ലേവി പുസ്തകം 13-ാം അധ്യായം വായിച്ചാൽ മതിയാകും. അതിനെ വിശദമായി എവിടെയൊക്കെ വിവരിച്ചിട്ടുണ്ട്. But one thing is clear. എന്നാൽ ഒരു കാര്യം സുവ്യക്തമാണ്. You should not associate with anyone certified as suffering in this way. ഈ തരത്തിൽ രോഗബാധിതനായിരിക്കുന്ന ഒരു വ്യക്തിയോടും നിങ്ങൾ ഇടപെടരുത് എന്ന് വളരെ കൃത്യമായി ഈ ലേവ്യ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. The most seriously ill with this disease had to live outside the normal community. ഈ ഒരു രോഗം ഗുരുതരാവസ്ഥയിലെത്തിയ വ്യക്തിയെ സംബന്ധിച്ച് ആ സമൂഹത്തിൽ നിന്ന് മാറി പാളയത്തിന് പുറത്താണ് ജീവിക്കേണ്ടിയിരുന്നത്. And they were required to warn passers-by of the danger waiting for them by the ringing of a bell and shouting, "Unclean, unclean." രോഗബാധിതനായ വ്യക്തി സഞ്ചരിക്കുമ്പോൾ നിരന്തരമായി ഒരു മണിമുഴക്കിക്കൊണ്ട് ഞാൻ അശുദ്ധനാണ് അശുദ്ധനാണ് എന്നൊരു അപായ സൂചന മറ്റുള്ളവർക്ക് നിരന്തരം നൽകേണ്ടിയിരുന്നു. So Jesus might have been excused for keeping his distance. ഒരുപക്ഷെ യേശുക്രിസ്തു ആ ഒരു വ്യക്തിയോട് അകലം പാലിക്കുന്നത് സ്വാഭാവികമായി ന്യായമായ കാര്യമാണ്. For staying out of harm's way. പ്രശ്നമൊന്നുമില്ലാതെ അപകടത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണല്ലോ. But he didn't. എന്നാൽ യേശുക്രിസ്തു ഒരിക്കലും അങ്ങനെയല്ല ചെയ്യുന്നത്. He saw the leper. അവനൊരു കുഷ്ഠരോഗം ബാധിച്ച വ്യക്തിയെ കാണുന്നു. He moved towards the leper. ആ ഒരു രോഗിയുടെ അടുക്കിലേക്ക് സമീപത്തേക്ക് കർത്താവ് സഞ്ചരിക്കുന്നു. And horror of horrors, he touched the leper. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറമായി നമ്മെ ഞെട്ടിക്കുന്ന രീതിയിൽ ഇതാ ആ കുഷ്ഠരോഗം ബാധിച്ച വ്യക്തിയെ കർത്താവ് തന്റെ കരം കൊണ്ട് സ്പർശിക്കുന്നു. Thereby accepting the uncleanliness of the leper. ആ ഒരു കുഷ്ഠരോഗം ബാധിച്ച വ്യക്തിയുടെ അശുദ്ധി സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു ഈ വ്യക്തിയെ സ്പർശിക്കുന്നത്. The leper was the lowest of the low in those distant days. അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും പുറന്തള്ളപ്പെട്ടവരും താഴേക്കിടയിലുമുള്ള വ്യക്തിയായിരുന്നു ഒരു കുഷ്ഠരോഗം ബാധിച്ച വ്യക്തി. We have cured leprosy now. ഇന്ന് ഒരുപക്ഷെ കുഷ്ഠരോഗത്തെയൊക്കെ നാം സൗഖ്യമാക്കിയിട്ടുണ്ട്, അതിനൊക്കെ മറുമരുന്ന് അതിന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം. But there are still people occupying the place which the leper occupied in the days of Jesus. യേശുക്രിസ്തുവിന്റെ കാലത്ത് കുഷ്ഠരോഗം ബാധിച്ച വ്യക്തികൾ അവർക്ക് ലഭ്യമായിരുന്ന അവരുടെ സാമൂഹ്യ സ്ഥിതി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന പലരുമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. People at the bottom of the heap.
ഒരുപക്ഷേ ഈ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവർ, the victims of class systems, ജാതി വ്യവസ്ഥിതിയുടെയും വർഗവ്യവസ്ഥിതിയുടെയും ഇരകളായിരിക്കുന്നവർ, the outcast. പുറന്തള്ളപ്പെട്ടവർ. If you came with me to London, I could show you those who live on the streets of London without a home of their own. ലണ്ടൻ തെരുവോരങ്ങളിൽ സ്വന്തമായി ഭവനമില്ലാതെ തെരുവുകളിൽ മാത്രം കഴിയുന്ന അനേകരെ കാണുവാൻ നമുക്ക് കഴിയും. They make pathetic figures. വളരെയധികം ദുരിതപൂർണമായ ജീവിതത്തിന്റെ പ്രതിനിധികളാണവർ. Their appearance is ragged. വളരെയധികം കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച്, They're begging for food. ഭക്ഷണത്തിനു വേണ്ടി നിരന്തരം ഭിക്ഷയാചിച്ച്. That's London. Now we're in Kerala. You must judge who those people are in your community. അത് ലണ്ടന്റെ സ്ഥിതിയെങ്കിൽ ഇന്ന് കേരളത്തിൽ ഇങ്ങനെയുള്ളവർ ആരെന്ന് നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയും, നിങ്ങൾക്ക് തീരുമാനിക്കുവാൻ കഴിയും. What I'm certain of is this. എനിക്ക് പറയുന്നതിൽ ഞാൻ വ്യക്തമായി പറയട്ടെ, the followers of Jesus must somehow, like him, learn to be front foot players. യേശുക്രിസ്തുവിനെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്നവർ യേശുവിനെ പോലെ എപ്പോഴും മുൻപിലേക്ക് ഇറങ്ങി, സമൂഹത്തിലേക്ക് ഇറങ്ങി, ജീവിതത്തിന്റെ അവരുടെ അതിരുവരമ്പുകൾക്ക് അപ്പുറമായി ഇറങ്ങി പ്രവർത്തിക്കേണ്ടവർ തന്നെയാണ്. We must cross that line. നമ്മളുടെ ജീവിതത്തിൽ നാം സൃഷ്ടിച്ചിരിക്കുന്നതായ ചില അതിർത്തികൾ നാം കടന്നേ മതിയാകൂ. We must find those people. ഇങ്ങനെയുള്ള ജീവിതങ്ങളെ നാം കണ്ടെത്തിയേ മതിയാകൂ. We must offer them comfort and hope in the name of Jesus, the front foot player. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് കരുതലും പ്രത്യാശയും നാം പകർന്നു നൽകേണ്ടിയിരിക്കുന്നു. Then came the centurion. രണ്ടാമതായി നാം കാണുന്നത് ഒരു ശതാധിപനെയാണ്. There are three reasons why Jesus should have been cautious about him. ഈ ശതാധിപനോട് ഇടപെടുന്നതിന് ഒരുപക്ഷെ യേശു വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരുന്ന മൂന്ന് പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. The first was political. ഒന്നാമത് രാഷ്ട്രീയമായ ഒരു കാരണമാണ്. This was an officer in the oppressive Roman army. അന്നത്തെ കാലത്തെ യഹൂദ ജനതയെ അടിച്ചമർത്തിയിരുന്ന റോമൻ സാമ്രാജ്യത്തിലെ റോമൻ പടയാളികളുടെ ഒരു നേതാവായിരുന്നു ഈ ശതാധിപൻ. Responsible for keeping Judea as a vassal state. യഹൂദ ദേശത്തെ പലസ്തീൻ നാടിനെ റോമിന്റെ ഒരു കോളനിയായി, അധിനിവേശ സ്ഥലമായി നിരന്തരമായി സൂക്ഷിക്കുന്നതിൽ, അടിച്ചമർത്തുന്നതിൽ കാരണക്കാരനായിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. The second was race. രണ്ടാമതായി വംശീയമായ ഒരു കാരണമാണ് യേശു ഈ വ്യക്തിയിൽ നിന്ന് അകലം പാലിക്കുവാനുള്ള ഉണ്ടാകേണ്ടിയിരുന്ന ഒരു കാരണം. This soldier would have been a white man. ഒരുപക്ഷേ ഇദ്ദേഹം ഒരു വെള്ള വംശക്കാരനായിരിക്കാം, ആയിരുന്നിരിക്കാം. Certainly not a Semite as Jesus was. ഒരിക്കലും അദ്ദേഹം ഒരു യഹൂദ വംശജനല്ല യേശുവിനെ പോലെ. There was plenty of racial conflict going on in the days of Jesus. You only have to look at Samaritans and Jews. യേശുവിന്റെ കാലത്ത് വളരെയധികമായ വംശീയ പ്രശ്നങ്ങളും വംശീയ വിരുദ്ധതകളും നടമാടിയിരുന്നു നമുക്കറിയാമല്ലോ. പ്രത്യേകമായി യഹൂദന്മാരും ശമരിയക്കാരും തമ്മിലുള്ള സ്പർദ്ധയും വൈരാഗ്യവും. And after political and racial considerations, there's always religion. അവസാനമായി ഇതാ മതപരമായ ഒരു കാരണവുമുണ്ട്. യേശുവിനെ ഒരുപക്ഷെ ഈ ശതാധിപനുമായി വേർതിരിച്ച് നിൽക്കുവാൻ തക്കവണ്ണം. Orthodox Jews were not supposed to fraternize with Gentiles. യാഥാസ്ഥികന്മാരായ യഹൂദന്മാർ ഒരിക്കലും അവിടെയുള്ള യഹൂദന്മാരല്ലാതിരുന്ന മറ്റു ജനതകളുമായി ഇടപഴകുവാൻ അനുവദിച്ചിരുന്നില്ല. Jesus should have kept his distance, a respectful distance, on religious grounds. പ്രത്യേകമായി മതപരമായ കാരണങ്ങളാൽ യേശുക്രിസ്തു ഈ ഒരു വ്യക്തിയോടും ഈ ഒരു സമൂഹത്തോടും ന്യായമായ അകലം പാലിക്കേണ്ടിയിരുന്നു. Yet Jesus criticizes his religious critics by saying that the centurion has more chance of getting into heaven than all the people who come from north and south, east and west to enter the kingdom. എന്നാൽ കർത്താവ് ഒരുപക്ഷെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. യഹൂദ സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതമായ നിലയിൽ നിന്നിരുന്ന വ്യക്തികളെക്കാളും ഇതാ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വരുന്നവർ മറ്റനേക ജനതകൾ ദൈവരാജ്യത്തിന്റെ പന്തിക്കിരിക്കുമെന്നും ആ പന്തിക്കിരിപ്പിൽ നിന്ന് ഒരുപക്ഷെ ദൈവത്തിന്റെ ജനതയെന്ന് അഭിമാനിച്ചിരുന്നവർ പുറന്തള്ളപ്പെടുമെന്നുള്ള വസ്തുത. Politics, race and religion. രാഷ്ട്രീയം, വംശം, മതം. We live in a world where all those issues divide people deeply. ഈ മൂന്ന് കാരണങ്ങളും സാഹചര്യങ്ങളും മനുഷ്യരെ മുഴുവൻ വേർതിരിക്കുന്ന വളരെ പ്രശ്നം നിറഞ്ഞ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. In receiving the centurion so spontaneously, വളരെ പെട്ടെന്ന് തന്നെ മറ്റൊന്നും ആലോചിക്കാതെ അനായാസേന ഈ ഒരു ശതാധിപനെ സ്വീകരിക്കുന്നതിൽ കൂടെ Jesus was crossing
three divisional lines. മൂന്ന് തരത്തിലുള്ള വലിയ അതിർത്തി വരമ്പുകളെയാണ് യേശു കർത്താവ് അതിജീവിക്കുന്നത്. The political, the racial, and the religious divides. രാഷ്ട്രീയമായ വേർതിരിവുകൾ, വംശീയമായ വേർതിരിവുകൾ, മതവിശ്വാസപരമായ അതിർത്തി വരമ്പുകൾ. Thank God for Jesus, the front foot player. കളത്തിലേക്ക് ഇറങ്ങിക്കളിക്കുന്ന, മുൻപോട്ട് ഇറങ്ങിക്കളിക്കുന്ന ഈ യേശുവിന് വേണ്ടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. We, his followers, must seek to resemble him in this point too. യേശുവിന്റെ അനുയായികളെ നമുക്ക് യേശു കർത്താവിനെ ഈ തലത്തിൽ നമുക്ക് അനുഗമിക്കാൻ ശ്രമിക്കാം. Finally, Jesus meets Peter's mother-in-law. മൂന്നാമതായി യേശു ക്രിസ്തു പത്രോസിന്റെ അമ്മാവിയമ്മയെയാണ് കണ്ടുമുട്ടുന്നത്. Orthodox Jewish men had a prayer. വളരെ യാഥാസ്ഥികന്മാരായ യഹൂദന്മാർ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. I thank God, they said every day, that I was not born a woman. ദൈവമേ, അവിടുന്ന് ഞങ്ങളെ ഒരു സ്ത്രീയായി സൃഷ്ടിച്ചില്ലല്ലോ എന്ന ദിനംപ്രതി യാഥാസ്ഥികന്മാരായ യഹൂദ പുരുഷന്മാർ പ്രാർത്ഥിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. So Jesus would have attracted immediate criticism by giving the attention, the spontaneous attention he did to Peter's mother-in-law when he found her sick. ഇത്ര വലിയ ശ്രദ്ധയും പരിഗണനയും പത്രോസിന്റെ അമ്മാവിയമ്മ എന്ന സ്ത്രീക്ക് രോഗബാധിതയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ യേശു നൽകുന്നത് ഒരുപക്ഷെ അത്ര സ്വാഭാവികമല്ലായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. He didn't pause to ask himself the best thing to do. ചെയ്യുന്നത് ഏറ്റവും ശരിയായ കാര്യമാണോ എന്ന് ചിന്തിച്ച് ആലോചിച്ചൊന്നും യേശു നിന്നില്ല. Or to weigh up the pros and the cons of whether to meet her. ആ പത്രോസിന്റെ അമ്മാവിയമ്മയെ പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടണമോ, അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും കർത്താവ് താരതമ്യം ചെയ്യുന്നതേയില്ല. She was in need, he went to her. അവൾ പ്രത്യേകമായ ഒരു ശാരീരിക ആവശ്യത്തിലായിരുന്നു, രോഗത്തിന് അടിമയായിരുന്നു. പെട്ടെന്ന് തന്നെ യേശു അവളുടെ അടുക്കിലേക്ക് എത്തുകയാണ്. He is our front foot man. ഇതാ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി, ഈ ലോകത്തിനു വേണ്ടി മുൻപോട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവം തന്നെയാണ്. We draw these observations to a close, and as we do so, we notice how Jesus, on the front foot, encounters and brushes aside many obstacles. ഈ മൂന്ന് വ്യക്തി ജീവിത അനുഭവങ്ങളിൽ യേശുവിന്റെ ഇടപെടൽ നാം കാണുമ്പോൾ ഏത് തരത്തിലാണ് ആ സാഹചര്യങ്ങളോടും ആ വ്യക്തികളോടും യേശു ക്രിസ്തു ഇടപെടുന്നത് എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. These are obstacles that have troubled humankind since the beginning of time. ഈ ഓരോ വ്യക്തി ജീവിതവും സാഹചര്യവും മനുഷ്യ അസ്തിത്വത്തിന്റെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ മനുഷ്യന് മുൻപിൽ ഉണ്ടായിരുന്ന വലിയ പ്രഹേളികളായിരുന്നു. Class, politics, വർഗം, രാഷ്ട്രീയം, race, religion, വംശീയത, അതോടൊപ്പം മതവിശ്വാസം, gender. ലിംഗ വ്യതിയാനങ്ങൾ, വ്യത്യാസങ്ങൾ. He takes them all in his stride. ഇതെല്ലാം ഈ തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും മനുഷ്യ അസ്തിത്വത്തിന്റെ എല്ലാവിധമായ സങ്കീർണമായ സാഹചര്യങ്ങളെയും അത് മുഴുവൻ യേശുക്രിസ്തു തന്റെ പ്രവർത്തനത്തിലേക്കും തന്റെ ജീവിതത്തിലേക്കും സ്വാംശീകരിക്കുകയും അതുമായി അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു എന്ന ദൈവത്തിന്റെ വചനം നമുക്ക് സാക്ഷ്യം നൽകുന്നു. He sets his sights on nobler virtues. എന്നാൽ യേശുക്രിസ്തു തന്റെ കാഴ്ചകളും തന്റെ ദർശനവും ഉയർന്ന തലത്തിലുള്ള വലിയ ജീവിത അനുഭവങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. He calls his servants and his followers to higher aspirations. യേശുക്രിസ്തു എപ്പോഴും തന്റെ പിൻഗാമികളെ തന്നെ അനുഗമിക്കുന്നവരെ ഉയർന്ന തലത്തിലുള്ള ചിന്തകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും ജീവിത ശൈലിയിലേക്കുമാണ് സ്വാഗതം ചെയ്യുന്നത്. These obstacles must be destroyed. ഈ തരത്തിലുള്ള വിവേചനങ്ങളും അതിർവരമ്പുകളും തടസ്സങ്ങളും ഒക്കെ അതിജീവിച്ചേ മതിയാകൂ എന്ന് കർത്താവ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. In the name of the front foot player. യേശുക്രിസ്തു എന്ന മുൻപോട്ട് ഇറങ്ങി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ കർത്താവിന്റെ നാമത്തിൽ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന അനീതികളെയും വിവേചനങ്ങളെയും അതിർവരമ്പുകളെയും നിശ്ചയമായും നാം അതിജീവിക്കേണ്ടിയിരിക്കുന്നു, അതിനെ തകർക്കേണ്ടിയിരിക്കുന്നു. Now these incidents are reported in Matthew chapter 8. ഈ വിവരണങ്ങളൊക്കെ നാം വായിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിലാണല്ലോ. You heard them for yourselves. നാം ഇപ്പോൾ ഇതെല്ലാം വായിച്ചു കേൾക്കുകയും ചെയ്തു. But it's important to note that these stories of healing by our front foot player, they are recounted immediately after chapters 5, 6 and 7 of St. Matthew's Gospel. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലെ ചില കാര്യങ്ങൾക്ക് ശേഷമാണ്, യേശുവിന്റെ പഠിപ്പിക്കലിന് ശേഷമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ട ഈ സംഭവ പരമ്പര നാം വായിക്കുന്നത്. In these chapters we have the Sermon on the Mount. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നാം
കർത്താവിന്റെ പർവ്വത പ്രസംഗമാണ് വായിക്കുന്നത്. Where Jesus lays out his case, his principles, his aims and his objectives. യേശുക്രിസ്തുവിന്റെ പ്രവർത്തനത്തിന്റെയും പരസ്യ ശുശ്രൂഷയുടെയും ലക്ഷ്യങ്ങളും പ്രവർത്തന പരിപാടികളും അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങളും വിശദമായി വ്യക്തമാക്കുന്ന അധ്യായങ്ങളാണ് ഈ 3 അധ്യായങ്ങൾ. And what extraordinary values they represent. വളരെയധികം അസാധാരണമായ മൂല്യമാണ് ഈ 3 അധ്യായങ്ങളിൽ കൂടെ ദൈവവചനം നമുക്ക് നൽകുന്നത്. Blessed are the poor. ദരിദ്രരായവർ അനുഗ്രഹീതർ. Blessed those who mourn. ദുഃഖിക്കുന്നവർ അനുഗ്രഹീതരാണ്. Blessed are the pure in heart. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാണ്. Blessed those who hunger and thirst after righteousness. നീതി നിമിത്തം വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ എത്രയോ അനുഗ്രഹീതർ. And I could go on. അങ്ങനെ വിവിധ കാര്യങ്ങൾ തുടർന്ന് നമുക്ക് കേൾക്കാം കർത്താവിന്റെ വായിൽ നിന്ന്. Go a second mile. രണ്ടാമത്തെ നിന്നോട് 1 മൈൽ നടക്കുവാൻ അപേക്ഷിക്കുന്നവർ 1 നാഴിക നടക്കുവാൻ ആവശ്യപ്പെടുന്നവരോടൊപ്പം 2 നാഴിക നടക്കുക. If you have an extra coat, give it away. നിനക്ക് രണ്ടാമത് ഒരു വസ്ത്രമുണ്ടെങ്കിൽ 2 ഉള്ളവൻ ഇല്ലാത്തവന് നൽകട്ടെ. Pray not only for your friends but pray for your enemies. നിന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മാത്രമല്ല ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. And for those who persecute you. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. Be careful that you build your house on a rock and not sand. ഒരിക്കലും മണലിലല്ല പാറയിൽ തന്നെ അടിസ്ഥാനമിട്ട് നിങ്ങളുടെ ഭവനം നിങ്ങൾ നിർമ്മിക്കുക. This extraordinary sermon is something that I would die for. ഈ ഒരു അസാധാരണമായ യേശുക്രിസ്തുവിന്റെ പ്രസംഗത്തിനു വേണ്ടി ആ പ്രസംഗത്തിനു മുൻപ് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന വ്യക്തിയാണ്. But the point with which I want to conclude is this. ഞാൻ പറഞ്ഞു ഉപസംഹരിക്കുവാൻ താല്പര്യപ്പെടുന്ന പ്രത്യേകമായ വസ്തുത ഇതാണ്. The moment Jesus stops preaching, he puts his high principles into practice. യേശുക്രിസ്തുവിന്റെ പ്രസംഗം എപ്പോൾ ഉപസംഹരിക്കുന്നുവോ ആ നിമിഷം തന്നെ യേശുക്രിസ്തുവിന്റെ പ്രമാണങ്ങൾ പ്രവൃത്തി പദത്തിൽ എത്തുവാൻ തക്കവണ്ണമുള്ള ജീവിതം യേശു ആരംഭിക്കുന്നു. അതാണ് എനിക്ക് പറയുവാനുള്ളത്. In chapters 5 to 7 he says it. 5 മുതൽ 7 വരെ അധ്യായങ്ങളിൽ ഗിരിപ്രഭാഷണത്തിലൂടെ കർത്താവ് അത് പറയുന്നു. In chapter 8 he does it. 8ാമത്തെ അധ്യായത്തിൽ ഇതാ കർത്താവ് ഈ പ്രമാണങ്ങളെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുന്നു. There isn't even the slightest difference between what he says and what he does. യേശുവിന്റെ വാക്കുകളും യേശുവിന്റെ പ്രവൃത്തിയും തമ്മിൽ യാതൊരു ചെറിയ വ്യത്യാസം പോലും വ്യതിയാനം പോലും ഇല്ല എന്നത് നമ്മെ ഏറെ അതിശയിപ്പിക്കുന്നതാണ്. Between what he promises and what he delivers. കർത്താവിന്റെ വാഗ്ദാനവും അവന്റെ നിറവേറ്റലും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. Truly this is the word made flesh. സാക്ഷാൽ ഇത് തന്നെ വചനം ജഡമായി തീർന്ന ദൈവം. This is what I find so attractive about Jesus. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആകർഷണീയതയായി ഞാൻ കാണുന്നത് ഈ യാഥാർത്ഥ്യം തന്നെയാണ്. In what is being called a post-truth world, ഇന്ന് ഒരുപക്ഷേ സത്യത്തിന് അപ്പുറത്തുള്ള സത്യത്തിന് പിന്നിലേക്ക് അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു ലോകത്ത്, where fake news comes through the social media, പലപ്പോഴും നാം കേൾക്കുന്ന വാർത്തകൾ വ്യാജ വാർത്തകൾ ഇതാ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നമ്മുടെ അടുക്കിലേക്ക് എത്തുമ്പോൾ, where lies are perpetually told by people in public life, നിരന്തരമായി ഇതാ പൊതുസമൂഹത്തിലുള്ള നേതാക്കന്മാർ തെറ്റായ വിവരങ്ങൾ വ്യാജങ്ങൾ നിരന്തരമായി നിർമ്മിക്കുകയും അത് പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ, the integrity of Jesus stands tall. യേശുക്രിസ്തുവിന്റെ ആർജവം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ആ ഔന്നത്യം ഇതാ എത്രയോ വലുതായിരിക്കുന്നു. His authenticity as a human being warms the heart. ഇതാ യേശുക്രിസ്തു ഒരു മനുഷ്യനെന്ന നിലയിലുള്ള യേശുക്രിസ്തുവിന്റെ ആത്മാർത്ഥതയും പരമാർത്ഥതയും ഇതാ നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുന്നത് തന്നെയാണ്. You know he's going to do what he says, and the cross is the final validation of that. യേശുക്രിസ്തു പറഞ്ഞത് തന്നെ പ്രവർത്തിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. കാരണം അവന്റെ ജീവിതം ക്രൂശിലാണല്ലോ അത് പൂർത്തീകരിക്കപ്പെട്ടത്. Love, unconditional love, is the secret to the world's problems and to solve the enmities that divide people from each other. ഇന്ന് ലോകത്തിലെ മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പുകൾക്കും ലോകത്തിന്റെ എല്ലാ സങ്കീർണമായ പ്രതിസന്ധികൾക്കും ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ദൈവസ്നേഹമാണ്, ഉപാധിയില്ലാത്ത ദൈവസ്നേഹമാണ്. That's why I love Jesus.
എൻ്റെ യേശു കർത്താവിനെ എൻ്റെ ജീവിതം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് നാം സ്നേഹിക്കേണ്ടത് ഇതുകൊണ്ട് തന്നെയാണ്. That's why I would follow him to the ends of the earth. ഈ ലോകത്തിന്റെ അന്ത്യം വരെയും ഈ ലോകത്തിന്റെ അതിർത്തികൾ വരെയും നാം കർത്താവിനെ സ്നേഹിക്കേണ്ടത് ഇത് കാരണം മാത്രമാണ്.